ഋഷികേശിൽ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട വളരെ പുരാതനവും പ്രാധാന്യവുമുള്ള ഒരു ക്ഷേത്രമാണ് നീലകണ്ഠ മഹാദേവ ക്ഷേത്രം. ഉത്തരാഖണ്ഡിലെ പൗരി ഗഡ്വാൾ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലേക്ക് ഋഷികേശിൽ നിന്നും ഏതാണ്ട് 32 കിലോമീറ്റർ ദൂരമാണുള്ളത്. മണികൂഡ്, ബ്രഹ്മകൂഡ്, വിഷ്ണുകൂഡ് എന്നിങ്ങനെ 3 പർവ്വതനിരകളുടെ താഴ്വാരത്തായി പ്രകൃതി മനോഹരമായൊരു പ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സമുദ്രമഥന കഥയുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് ഈ ക്ഷേത്രത്തിന് പറയാനുള്ളത്. പാലാഴിമഥന സമയത്ത് ഉയർന്നു വന്ന കാളകൂട വിഷം ലോകരക്ഷയ്ക്കായി ഭഗവാൻ പാനം ചെയ്യുകയും അതുമൂലം മഹാദേവൻ നീലകണ്ഠനായി മാറി എന്നുമാണല്ലോ ഐതിഹ്യം. ഈ ക്ഷേത്രത്തിനുള്ളിൽ ഗർഭഗൃഹത്തോട് ചേർന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു വൃക്ഷമുണ്ട്. കാളകൂട വൃക്ഷത്തിൻ്റെ കാഠിന്യം ലഘൂകരിക്കാൻ പങ്കജ, മധുമതി നദികളുടെ സംഗമസ്ഥാനത്തുള്ള ഈ വൃക്ഷച്ചുവട്ടിൽ ഭഗവാൻ 60,000 വർഷത്തോളം തപസ് ചെയ്തു എന്നാണ് ഐതിഹ്യം. ഭഗവാന്റെ സാന്നിധ്യമുണ്ടായ ഈ സ്ഥലത്ത് പിന്നീട് ഒരു ശിവലിംഗം കാണപ്പെടുകയും കാലക്രമേണ അതൊരു ക്ഷേത്രമായി മാറുകയുമായിരുന്നത്രേ. ഈ ക്ഷേത്രത്തിന് ഒരു തമിഴ് ശൈലിയാണ് നമുക്ക് തോന്നുക. തമിഴ്നാടൻ ക്ഷേത്രങ്ങളിലേതുപോലുള്ള കൊത്തുപണികളോടുകൂടിയ ഗോപുരങ്ങളും മറ്റും കാണാം. സമുദ്രമഥനവും വിവിധ ദേവീദേവന്മാരുടെയുമൊക്കെ ചിത്രങ്ങളും ശില്പങ്ങളുമൊക്കെ ക്ഷേത്രത്തിൽ കാണാം. ഭഗവാൻ ഇവിടെ നീലകണ്ഠനായിട്ടാണ് ആരാധിക്കപ്പെടുന്നത്. ക്ഷേത്രത്തിന് താഴെയായി ഒരു പ്രകൃതിദത്ത നീരുറവയുമുണ്ട്. ഭക്തജനങ്ങൾ ഇവിടെ സ്നാനം ചെയ്തിട്ടാണ് സാധാരണ ദർശനം നടത്തുക. മഹാശിവരാത്രിയാണ് ഇവിടുത്തെ പ്രധാന ആഘോഷം. കൂടാതെ ജൂലൈ, ഓഗസ്റ്റ്, ശ്രാവണ മാസത്തിൽ നടക്കുന്ന കാവടി യാത്രയും വളരെ പ്രസിദ്ധമാണ്. ഭക്തജനങ്ങൾ ഹരിദ്വാറിൽ നിന്നോ ഋഷികേശിൽ നിന്നോ ഗംഗാജലം ശേഖരിച്ച് കാവടിയെടുത്ത് കാൽനടയായി കൊണ്ടുവന്ന് ഇവിടെ മഹാദേവന് അഭിഷേകം കഴിക്കുന്നു. വളരെ പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണിത്. വർഷം മുഴുവനും നല്ല തിരക്കുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണിത്. ക്ഷേത്രത്തിന് ചുറ്റുമായി ധാരാളം കച്ചവട സ്ഥാപനങ്ങളും ഭക്ഷണശാലകളും താമസസൗകര്യവും ഒക്കെയുണ്ട്. ഈ ക്ഷേത്രം ഒരു മലമുകളിലായതിനാൽ ചുറ്റുമുള്ള പ്രകൃതി ദൃശ്യങ്ങളും മനോഹരമാണ്. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് വനങ്ങളാലും മലനിരകളാലും ചുറ്റപ്പെട്ട ഈ സ്ഥലം ആത്മീയതയ്ക്കൊപ്പം പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും പറ്റിയ സ്ഥലമാണ്. ക്ഷേത്രത്തിന് സമീപപ്രദേശങ്ങളിലായി നിരവധി കാഴ്ചകളുമുണ്ട്. ഋഷികേശിൽ നിന്നും ഇങ്ങോട്ട് വാഹന സൗകര്യവും ലഭ്യമാണ്. ഇടതൂർന്ന വനപ്രദേശങ്ങളിലൂടെയാണ് ഈ ഒരു പാത കടന്നു പോരുന്നത്. ഗംഗാനദിയുടെ തീരത്തുകൂടെയുള്ള ഈ ഒരു യാത്രയും പ്രത്യേക അനുഭവമാണ്. ക്ഷേത്രത്തിലേക്കെത്താൻ റോഡ് മാർഗമല്ലാതെ മറ്റൊരു ട്രെക്കിംഗ് റൂട്ട് കൂടിയുണ്ട്. രാംധൂലയിൽ നിന്ന് തുടങ്ങി രാജാജി നാഷണൽ പാർക്കിൻ്റെ ഭാഗമായ വനത്തിനുള്ളിലൂടെ കടന്നു പോകുന്ന ഒരു പാതയാണിത്. ഏതാണ്ട് 12 കിലോമീറ്ററോളം ദൂരം വരുന്ന ഈ ട്രെക്കിംഗ് പാത സാഹസികരായ സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഒന്നാണ്. ഈ ട്രെക്കിംഗ് പാതയിലാണ് പ്രസിദ്ധമായ പട്ന വെള്ളച്ചാട്ടവും സ്ഥിതി ചെയ്യുന്നത്.